ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മു ഹരിത വ്ളോഗ്സ്. ഇന്ന് ഞാനും അമ്മയും അച്ഛനും കസിനും കൂടെ നമ്മുടെ ഇവിടെയുള്ള സ്വർഗം ഫിഷ് ലാൻഡിലേക്ക് പോവാണ്. ഇന്നലെ അയച്ചിട്ടുണ്ട്, അവരോട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഇവിടെ ഒളിച്ചിരിക്കുന്നത് നന്ദിത കസിൻ. ഇത് ബത്തേരി അടുത്ത് തന്നെയാണ്. ബത്തേരിയിൽ നിന്ന് കല്ലൂർ റോഡിലേക്ക് വരുമ്പോൾ നമ്മുടെ അധികം ദൂരം ഒന്നും വരാനില്ല. ബത്തേരിയിൽ നിന്ന് ഒരു 5 to 6 minutes അത്രയേ ഉള്ളൂ. ഇത് ഒരു വീഡിയോ ഞങ്ങൾ കണ്ടതിനെ തുടർന്നാണ് നമുക്കിവിടെ പോകാം, ഇവിടെ എന്താ നോക്കാം എന്നൊക്കെ വിചാരിച്ച് പോയത്. പക്ഷേ സത്യം പറയാലോ പൊളി വൈബാണ്. പറ്റുമെങ്കിൽ എല്ലാവരും ബത്തേരി വരുന്ന സമയത്ത് ഒന്ന് പോവുക. ഈവനിങ് ടൈം ആയിരിക്കും ഏറ്റവും നല്ലത് സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളൊരു 3:30 ആയപ്പോഴത്തേക്കും അവിടെ എത്തി. ഇവിടെ അത്യാവശ്യം നടക്കാനാണെങ്കിലും നമുക്ക് ഇരിക്കാനാണെങ്കിലും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും അതുപോലെ അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു 1 to 2 hour ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പം നല്ലൊരു അന്തരീക്ഷം തന്നെയാണ്. ഞങ്ങൾ ആദ്യം അവിടെ ചെന്നിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കലായിരുന്നു. വിധത്തിലും തരത്തിലും സിംഗിളായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെയുള്ള ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയ ഫുഡിൻ്റെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അവരിങ്ങനെ ഫിഷ് ഫ്രൈ ഉണ്ട്, നമുക്ക് തന്നെ ചൂണ്ടയിട്ട് ഫിഷ് പിടിക്കാം, ആ ഫിഷ് തന്നെ ഇവരിവിടെ ഫ്രൈ ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞപ്പം ഞങ്ങളൊരു 50 rupees കൊടുത്ത് ഒരു ചൂണ്ട വാങ്ങി. അതിൻ്റെ ഒപ്പം അതിനുള്ള തീറ്റയുണ്ടായിരുന്നു. ഇതാണ് ഈ കാണുന്ന ആളാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ആൾ തന്നെ നമ്മുടെ കൂടെ വന്ന് നമുക്ക് ഈ ചൂണ്ടയിടാനുള്ള ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനറിയാം ഒരു വേറെ. എന്നിട്ട് ഇതെടുക്കുക, ഇതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ അതിന് ചവിട്ടരുത്, നൂലുമ്പോൾ ചവിട്ടരുത്, ചവിട്ടി കഴിഞ്ഞിട്ട് പോകില്ല. എന്നിട്ട് നമ്മളിത് തൂക്കി പിടിച്ചിട്ട് അത് മുറുക്കി പിടിക്കണേ, തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ വീശിട്ട് ഒരൊറ്റ നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യും. അത് കൊത്തിയാൽ നമുക്കൊരു ബലം വരും. ഇതില് കൊത്തുമ്പോൾ വലിക്കുമ്പോൾ നമ്മൾ ഈ നൂലില്ലേ, നൂലിങ്ങനെ ഒന്ന് അനങ്ങും. അനങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ മീനിന് നമ്മളെ ചൂണ്ടുമ്പോൾ ആദ്യം അദ്ദേഹം ഇട്ട സമയത്ത് നമുക്ക് ഫിഷൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ടൈം ഞാനാണ് ഇട്ടത്. പക്ഷേ സത്യം പറയാലോ എൻ്റെ കയ്യിൽ ഫിഷ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അതായത് ഫിഷ് കുടുങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് ഓവർ പ്രഷർ കൊടുത്ത് വലിച്ച സമയത്ത് ഫിഷ് വിട്ടുപോവാണ് ചെയ്തത്. പൊക്കൊന്നും വേണ്ട. എറിയങ്ങ് ഇത്തോളം കുടുങ്ങൂടി. ഞാനൊക്കെ മീൻ പിടിച്ചിട്ടുണ്ട് വടി, അതുപോലത്തെ ചൂണ്ട കൊണ്ട് മീൻ പിടിച്ചിട്ടുണ്ട്. ഞാഞ്ഞൂരിനെ ഞാനില്ല, ഞാഞ്ഞൂരിനെ എങ്ങനെയാ പിന്നമ്മ പോവരുതേ കൂടെ. അറിയേ പൊക്കെറിയേ. അതിനുശേഷം പിന്നെ അമ്മയും കസിനും ഒക്കെ ഇട്ട് അവസാനം അച്ഛൻ ഇട്ട സമയത്താണ് നമുക്കൊരു ഫിഷിനെ കിട്ടുന്ന. വാള ഫിഷിനെയാണ് നമുക്ക് കിട്ടിയത്. ഏകദേശം 2.5 കിലോയോളം ഉള്ളൊരു ഫിഷിനെ നമുക്ക് കിട്ടി. അങ്ങനെ ഗൈസ് നമ്മുടെ മീൻ കരയ്ക്ക് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നീന്ന് തിന്നണ്ട, ദ്രോഹം ചെയ്തോണ്ട്. ഇതുണ്ടോ? അയ്യോ ചോര വരുന്നുണ്ട്, ചോര ഇങ്ങോട്ട് നോക്കടി.
അങ്ങനെ ഞങ്ങളുടെ ചൂണ്ടയിടലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവളും അമ്മയും കൂടി ഇരുന്ന് ഊഞ്ഞാലാടുണ്ടായിരുന്നു. അവൾക്ക് അവളധികം വീഡിയോ കാണിക്കുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു. പക്ഷേ ഈ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു മുട്ടബജ്ജി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. കപ്പയും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഫിഷ് ഫ്രൈ ഒരു മൊരിഞ്ഞ ടൈപ്പല്ല, ഒരു വേവിച്ച് സംതിങ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അമ്മ ഈ ഫിഷ് ഫ്രൈ കഴിക്കണം എന്ന് പറഞ്ഞ് ഓവർ എക്സ്പെക്റ്റേഷനായിട്ട് പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അമ്മ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് മൊത്തത്തിലൊരു ടേസ്റ്റ് തോന്നി, ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മേഴ്സിലീസിൻ്റെ ഐസ്ക്രീം കഴിക്കണം തോന്നി. ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല. സോ ഞാൻ ചോക്കോബാർ വാങ്ങി. അമ്മ വേറൊന്നും, അവൾ വേറെയും വാങ്ങിച്ചു. അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛനിങ്ങനെ ഐസ്ക്രീം ഒന്നും വലിയ താല്പര്യമില്ല. സോ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു 5 മണി 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ എല്ലാ അവിടുത്തെ കാണലൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.